രാജഗോപാൽ സാർ, നമുക്കറിയാം KPCC അധ്യക്ഷനായി ഇതാ സണ്ണി ജോസഫ് ചുമതലയേറ്റിരിക്കുന്നു. അതിനെ ചുറ്റിപ്പറ്റിയുള്ള KPCC അധ്യക്ഷ സ്ഥാനത്തെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകൾ പക്ഷെ അവസാനിക്കുന്നേയില്ല. വെള്ളാപ്പള്ളി നടേശൻ പറയുകയുണ്ടായി, ഈഴവരെ തഴഞ്ഞ് ഒരു ക്രൈസ്തവന് കോൺഗ്രസ് KPCC അധ്യക്ഷ സ്ഥാനം നൽകിയിരിക്കുന്നു എന്നുള്ളത്. അത് യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗിന് വേണ്ടിയാണ് അത്തരം ഒരു നീക്കം എന്നുള്ള ചർച്ചകളും വരുന്നുണ്ട്. പക്ഷെ ഒരു KPCC അധ്യക്ഷ സ്ഥാനം എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ഒരു KPCC അധ്യക്ഷ സ്ഥാനത്തെ നിർണയിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? അതിൽ ഈ ഈഴവൻ ക്രൈസ്തവൻ അല്ലെങ്കിൽ ഒരു ലീഗ് അനുഭാവി എന്നൊക്കെയുള്ള രീതിയിൽ വരുന്നതിനെ കോൺഗ്രസ് എങ്ങനെയാണ് പൊതുവെ താരതമ്യപ്പെടുത്തുന്നത്? കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ശാപവും ഇത് തന്നെയാണ്. 2 തവണയും പ്രതിപക്ഷത്ത് പോയിരിക്കേണ്ട ഒരവസ്ഥ സംഭവിച്ചതിന്റെ കാരണവും ഇത് തന്നെയാണ്. ഈ മാതിരി തമ്മിൽ തല്ലുകളും ജാതി മത അടിസ്ഥാനത്തിലുള്ള വീതം വെപ്പുകളും ആണ് കോൺഗ്രസിനെ വളരെയേറെ ശക്തിയുള്ള, നമുക്കറിയാം ഗ്രാസ് റൂട്ട് ലെവലിൽ ഇത്രയും ശക്തിയും സംഘടനാ ശേഷിയുമുള്ള കോൺഗ്രസിനെ 10 കൊല്ലം മാറ്റി നിർത്തിയ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് പറഞ്ഞല്ലേ പ്രതിപക്ഷ സ്ഥാനത്തേക്ക് മാറ്റി നിർത്താനുള്ള കാരണം ഇത് തന്നെയാണ്. എന്തും കാര്യങ്ങൾക്കും ഒന്നും ശുഭപര്യവസായിയായിട്ട് അത് അവസാനിപ്പിക്കുകയില്ല. അത് അവരുടെ നിർബന്ധ ബുദ്ധിയാണ്, നേതാക്കന്മാരുടെ ഒരു നിർബന്ധ ബുദ്ധിയാണ്. അത് തന്നെയാണ് KPCC അധ്യക്ഷന്റെ തെരഞ്ഞെടുപ്പിലും കണ്ടത്. സത്യത്തിൽ സംഘടനാപരമായിട്ട് കോൺഗ്രസ് ഒരു നല്ല റിവൈവൽ, അതിന്റെ ഒരു നല്ല പുനഃസംഘടന സംവിധാനങ്ങൾ കൊണ്ടുവന്നു. അതേപോലെ തന്നെ നേതൃത്വത്തിലെ നിരയിലേക്ക് ഏതാണ്ട് യുവത്വം, ആ ഒരു അറൗണ്ട് 50-50s ആളുകളെ കൊണ്ടുവന്നു. അപ്പൊ അത്തരത്തിലെ പാർട്ടിയെ സംവിധാനങ്ങളെ ആകെ ഒന്ന് അടിമുടി ഉടച്ചു വാർക്കുന്ന ഒരു പരീക്ഷണമായിരുന്നു ഇവിടെ നടത്തി നോക്കിയത്. നല്ല കാര്യമാണത്, നല്ല കാര്യമാണ്. വർഷങ്ങളായിട്ട് ഈ പറഞ്ഞതുപോലെ അതിന്റെ അധികാരത്തിന്റെ മുകളിൽ കടിച്ചു തൂങ്ങിക്കിടന്നിരുന്ന കുറച്ച് ആളുകളുണ്ട്. 70-80 വയസ്സായാലും മാറിക്കൊടുക്കാതിരുന്ന കുറച്ച് ആളുകളുണ്ട്. അവരത്തരത്തില് എന്നും അവരുടെ സ്ഥാനങ്ങൾ ഉറപ്പിക്കുന്നതിന് വേണ്ടി സംഘടനയെ മാതിരി ഇട്ട് അവരുടേതായ ചില നീക്കുപോക്കുകൾക്ക് വേണ്ടി ഒരുപാട് അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ കാലഘട്ടമൊക്കെ പോയി. അതൊക്കെതായ ഒരു തലമുറ കയറി വരികയാണ് കേരളത്തിൽ. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരുപാട് അഭിപ്രായങ്ങളുണ്ട്. അവർക്ക് ചോദ്യം ചെയ്യാനും ധൈര്യമുണ്ട്. പണ്ട് അങ്ങനല്ലല്ലോ. പ്രായമായ സംഘടന ഉള്ള നേതാക്കന്മാരെ ചോദ്യം ചെയ്യാൻ പോലും ആരും ധൈര്യമില്ലായിരുന്നു. ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവന്റെ സ്ഥാനം വെളിയിലായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. അപ്പൊ അതുകൊണ്ട് ദേശീയ നേതൃത്വത്തിന്റെ ഒരു നല്ല നിർദ്ദേശം അനുസരിച്ച് കേരളത്തിലെ KPCC അധ്യക്ഷനടക്കമുള്ളവരെ മാറ്റി പുതിയ ആളുകളെ നിയമിക്കാൻ തീരുമാനിച്ചു. നല്ല കാര്യം, വളരെ നല്ല കാര്യം. ഉടൻ തന്നെ അതിലേക്ക് ജാതി കയറി വരുന്നു, മതം കയറി വരുന്നു, പ്രശ്നങ്ങളാകുകയാണ്. കെ സുധാകരൻ, അദ്ദേഹത്തിന് നമുക്കറിയാമല്ലോ, അദ്ദേഹത്തിന്റെ പ്രായവും നമുക്കൊക്കെ അറിയാവുന്നതാണ്. പിന്നെ അദ്ദേഹത്തിന്റെ പറഞ്ഞ ശാരീരികമായ ചില പ്രശ്നങ്ങളുണ്ടെന്ന് എതിരാളികൾ പറയുന്നതാണോ എന്തോ അറിഞ്ഞുകൂടാ. എന്തായാലും അങ്ങനെയൊക്കെ അദ്ദേഹത്തിന്റെ ചില മൂവ്മെന്റ്സിലൊക്കെ ചിലത് നമ്മൾ കാണാറുണ്ട്, എന്തൊക്കെയോ ചിത്രങ്ങളിലൊക്കെ കാണാറുണ്ട്. എന്തായാലും അദ്ദേഹത്തെ മാറ്റാൻ തീരുമാനിച്ചു. നല്ല പ്രസിഡന്റ് ആയിരുന്നു. വളരെ കണ്ണൂരില്, പ്രത്യേകിച്ച് CPM-ന്റെ കോട്ടയായ കണ്ണൂരില് അവരോട് നമ്മൾ പറയാ, ആ വാക്ക് തന്നെ ഉപയോഗിക്കുക, അവരോട് അടിച്ചു നിന്ന്, വാക്കുകൊണ്ടായാലും പ്രവൃത്തി കൊണ്ടായാലും ഒക്കെ അടിച്ചു നിന്ന് കയറി വന്ന ഒരു നേതാവാണ്. പിണറായി വിജയനോടൊപ്പം തന്നെ കണ്ണൂർ രാഷ്ട്രീയത്തിൽ വന്ന ആളാണ് ശ്രീ കെ സുധാകരൻ. നല്ല KPCC പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ കാലത്ത് നല്ല രീതിയിലെ കാര്യങ്ങളെല്ലാം പോവുകയും ചെയ്തു. ഒരുപാട് വിജയങ്ങൾ മാത്രമല്ല, ഒരു വലിയ ട്രാക്ക് റെക്കോർഡ് തന്നെ ഉണ്ടാക്കി അദ്ദേഹം നിൽക്കുക. അങ്ങനെ ഒരാളിനെ മാന്യമായ ഒരു എക്സിറ്റ് ആയിരുന്നു കൊടുക്കേണ്ടിയിരുന്നത്. അദ്ദേഹത്തെ അത് പറഞ്ഞു മനസ്സിലാക്കി മാന്യമായ ഒരു എക്സിറ്റ് കൊടുക്കുക. കൊടുത്ത ശേഷം അടുത്തയാളെ നിശ്ചയിക്കുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇവിടെ അങ്ങനെയല്ല. അദ്ദേഹത്തെ മാറുന്നതിന് 2 ആഴ്ചയ്ക്ക് മുമ്പ് തന്നെ, ഒരു 2 മാസം മുമ്പ് തന്നെ ബഹളങ്ങൾ തുടങ്ങി. സുധാകരൻ ആരോഗ്യ പ്രശ്നങ്ങളാണ്, മറ്റേ ഓർമ്മയില്ല, വലിയ പ്രശ്നങ്ങളാണ്, അദ്ദേഹത്തെ ഉടൻ തന്നെ മാറ്റാൻ പോകുന്നു, അങ്ങനെ അങ്ങനെയാന്നൊക്കെ പറഞ്ഞ് വലിയ പ്രശ്നങ്ങളായി. സ്വാഭാവികമായിട്ട് അദ്ദേഹം അതിനെ എതിർക്കും. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇത് പറഞ്ഞില്ലേ, ഏറ്റവും അന്തസ്സായിട്ട് ഇറങ്ങിപ്പോകാൻ ആരും ആഗ്രഹിക്കാത്തത്. അപ്പൊ സ്വാഭാവികമായ എതിർപ്പുകൾ ഉണ്ടായി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ചില പേരുകൾ ഡൽഹിയിൽ നിന്നൊക്കെ കേൾക്കാൻ തുടങ്ങിയതിനകത്തില് 2-3 പേരുകളാണ് കൃത്യമായിട്ട് കയറി വന്നത്. ഒന്ന്, ഈ പറഞ്ഞ പോലെ ആന്റോ ആന്റണിയുടെ പേര് കയറി വന്നു. സണ്ണി ജോസഫിന്റെ പേരും അതിനകത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ അടൂർ പ്രകാശ് എന്ന് പറയുന്ന MP, ആറ്റിങ്ങൽ MP-യുടെ പേര് കയറി വന്നിരുന്നു. അങ്ങനെ 3-4 പേരുകൾ ഇങ്ങനെ സജീവമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടു. അങ്ങനെ ഇവരാരും മോശക്കാരല്ല, രാഷ്ട്രീയത്തിലെല്ലാം നല്ല പാരമ്പര്യവും ഇതൊക്കെയുള്ള ആളുകളാണ്. ശ്രീ സണ്ണി ജോസഫിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കണ്ണൂർ രാഷ്ട്രീയത്തിലാണ്, ഈ സുധാകരനെ പോലെ തന്നെ കണ്ണൂർ രാഷ്ട്രീയത്തില്, പ്രത്യേകിച്ച് മലയോര മേഖലയിൽ നിന്നാണ് അദ്ദേഹം ജയിച്ചിട്ടുള്ളത്. അപ്പൊ അവിടെ വളരെ ഉള്ളൊരു നേതാവാണ്. അദ്ദേഹത്തിന്
കേരളം മുഴുവൻ അത്ര വലിയ സ്വാധീന ശേഷിയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റത്തില്ല, നമുക്കത് പറയാൻ പറ്റത്തില്ല. അത് അദ്ദേഹം കാലക്രമേണ തെളിയിച്ചെടുക്കേണ്ട കാര്യമാണ്. എന്തായാലും കണ്ണൂർ രാഷ്ട്രീയത്തിൽ നിലനിൽപ്പ് സ്വാധീനമുള്ളതും ഒരു MLA, വർഷങ്ങളായിട്ട് MLA ആയിട്ടിരിക്കുന്ന ഒരാളാണ്. അദ്ദേഹം മോശക്കാരനായ ഒരാളല്ല, നന്നായിട്ട് സംസാരിക്കുകയും സംഘടനാ പടമുള്ള ഒരാൾ തന്നെയാണ്. അതോടൊപ്പം തന്നെയാണ് ശ്രീ ആന്റണിയുടെ പേര് കയറി വന്നത്. കോട്ടയത്ത് ഉമ്മൻചാണ്ടിയുടെ KSU യൂത്ത് കോൺഗ്രസ് കാലം മുതൽ തന്നെ ഉമ്മൻചാണ്ടിയുടെ വളരെ വിശ്വസ്തനായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ ഒരു വലം കൈയായിട്ട് തന്നെയാണ് ആന്റോ നിന്നിരുന്നത്. അത്തരത്തിലുള്ള ആന്റോ ഒരുപാട് സ്ഥാനങ്ങളും ഒക്കെ വഹിച്ച ശേഷമാണ് അവസാനം പത്തനംതിട്ടയെ പ്രതിനിധീകരിക്കുന്ന പാർലമെന്റ് അംഗം ആയത്. ആന്റണിയുടെ പേരും സജീവമാണ്. അദ്ദേഹത്തെ ഈ സണ്ണി ജോസഫിനെ പോലെ തന്നെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ആൾ തന്നെയാണ് ആന്റണി. പക്ഷേ ആന്റോയുടെ പ്രശ്നം വന്നപ്പോൾ എന്താണ് സംഭവിച്ചത്? ഉടൻ തന്നെ വലിയ പ്രശ്നങ്ങളായി. പോസ്റ്ററിൽ കണ്ടാൽ പ്രവർത്തകർ തിരിച്ചറിയാൻ വയ്യാത്തവന്മാരെ ഇതിനകത്ത് കൊണ്ടുവരരുത്, KPCC അധ്യക്ഷന്മാരാക്കരുത് എന്നൊക്കെ പറഞ്ഞ് അടുത്ത ബഹളമായി. അതോടൊപ്പം തന്നെയാണ് ആന്റോയെ കുറിച്ച് ഒരു ആരോപണവും ഉയർന്നിരുന്നു. പാലായിൽ അദ്ദേഹത്തിന്റെ സഹോദരൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഒരു ബാങ്ക് ഉണ്ട്. അവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പുണ്ടായ പ്രശ്നം എനിക്കറിയാം. ഞാൻ കോട്ടയത്ത് ജോലി ചെയ്യുന്ന കാലത്ത് എനിക്ക് അതിനെ കുറിച്ച് നന്നായിട്ട് അറിയാവുന്നതാണ്. അവിടെ ചില പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സഹോദരനുമായിട്ട് ബന്ധപ്പെട്ടാണ് ചില ആരോപണങ്ങളൊക്കെ അന്ന് കേട്ടിരുന്നത്. സത്യമാണോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും അതിന്റെ കേസുകളും മറ്റും നടക്കുന്നുണ്ട്. അത് ആന്റണിയുടെ പേരിലേക്ക് ചാർത്തി വന്നു. അങ്ങനെയുള്ള ഒരു അഴിമതി എന്നുള്ള ഒരു മട്ടില് അദ്ദേഹത്തിന്റെ പേരിലേക്കും അനാവശ്യമായ ചില ചാർത്തലുകളും ഒക്കെ വന്നു. അപ്പൊ ഈ രണ്ട് തർക്കങ്ങൾ അവിടെ നിൽക്കുന്നു. ക്രിസ്ത്യൻ സമൂഹം, അപ്പൊ ക്രിസ്ത്യാനി വേണം എന്നുള്ളൊരു മട്ടിലേക്കായി. അപ്പൊ ക്രിസ്ത്യാനി വേണം എന്ന് പറയുമ്പോഴും എന്ത് മാനദണ്ഡം അടുത്തത് വെക്കണം? പിന്നെ സ്വാഭാവികമായിട്ടിലെ ഹിന്ദു സമുദായത്തിലെ ഹിന്ദുക്കളിലെ ഭൂരിപക്ഷമായ ഈഴവ കമ്മ്യൂണിറ്റിക്ക് അത് വേണം എന്നുള്ളതായി അടുത്ത പ്രശ്നം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആരുടെ പേരാണ് സജീവമായിട്ട് നിന്നത്? അടൂർ പ്രകാശിന്റെ പേരാണ് സ്വാഭാവികമായിട്ട് മുൻപന്തി നിന്നത്. കാരണം രാഷ്ട്രീയത്തിലെ MLA MP ഒക്കെയായി, മന്ത്രിയും ഒക്കെ ആയിട്ട് വളരെ പാരമ്പര്യമുള്ള ഒരു നേതാവാണ്. വളരെ പരിണതപ്രജ്ഞനായ ഒരു നേതാവ് തന്നെയാണ് ശ്രീ അടൂർ പ്രകാശ്. അപ്പോൾ അടുത്ത ആരോപണം വന്നു. അത് വെള്ളാപ്പള്ളി നടേശന്റെ നോമിനിയാണ്. അടൂർ പ്രകാശ് വെള്ളാപ്പള്ളി നടേശന്റെ നോമിനിയാണ്. ആയിരിക്കാം, അല്ലായിരിക്കാം, അതൊക്കെ ഉണ്ടാകും. ആരുടെയൊക്കെ നോമിനിയായിട്ട് ആരെല്ലാം രാഷ്ട്രീയത്തിൽ വരുന്നുണ്ട്. കരുണാകരൻ എത്രയോ പേരെ വളർത്തിയെടുത്തു, അറിയാമല്ലോ. അവസാനം തിരുത്തൽവാദ പ്രസ്ഥാനം വന്ന G. കാർത്തികേയനെയും രമേശ് ചെന്നിത്തലയും ഒന്നുമല്ലായിരുന്ന ചെറിയ കുട്ടികളെ പോലും അദ്ദേഹം കൈപിടിച്ചുയർത്തി 26-ാമത്തെ വയസ്സിൽ മന്ത്രിയാക്കിയില്ലേ. അപ്പൊ അത്തരത്തിലുള്ള ഗോഡ് ഫാദേഴ്സ് എല്ലാവർക്കും ഉണ്ടാകും. അതിനകത്ത് നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ അടൂർ പ്രകാശൻ അങ്ങനല്ല. അദ്ദേഹം MLA ആണ്, MP ആണ്, വലിയ സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളാണ്. അങ്ങനെയുള്ള ഒരാളിന് വെള്ളാപ്പള്ളി നടേശന്റെ കണക്ഷൻ ഉണ്ടെന്ന് ആരോപിച്ചു. അതിനകത്തില് കുറച്ചൊരു ശരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തമ്മിൽ ബിസിനസ് ബന്ധങ്ങൾ ഉണ്ടാകാം എന്ന് എനിക്ക് പറയാൻ സാധിക്കുള്ളൂ. കാരണം രണ്ടുപേരും അബ്കാരി രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ ആയിരുന്നു. വെള്ളാപ്പള്ളിക്ക് അദ്ദേഹത്തിന് എപ്പോഴും ബാറും സംവിധാനങ്ങളും ഒക്കെ ഉണ്ട്. അബ്കാരി മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന ആളാണ്. അതുപോലെ തന്നെ ശ്രീ അടൂർ പ്രകാശും അബ്കാരി മേഖലയിലുണ്ട്. അദ്ദേഹത്തിന്റെ അച്ഛൻ അടൂർ കുഞ്ഞിരാമൻ ദേവസ്വം ബോർഡ് മെമ്പറൊക്കെ ആയിരുന്നു. പിന്നെ വളരെ അബ്കാരി രംഗത്തുണ്ടായിരുന്നു. പിന്നെ പ്രകാശും അദ്ദേഹത്തിന് ഹോട്ടൽസും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടി അങ്ങ് യോജിപ്പിച്ചു. രണ്ട് അബ്കാരി ലോബികൾ തമ്മിൽ സന്ധിക്കുകയാണ് ഇവിടെ. അങ്ങനെയുണ്ട്. അപ്പൊ അതിനകത്ത് ജാതിയും കടന്നു വന്നു. അതോടൊപ്പം തന്നെ അവരുടെ ബിസിനസ് അബ്കാരി ബന്ധങ്ങളും കൂടെ കൂട്ടിച്ചേർത്തു. അങ്ങനെ കൂട്ടിച്ചേർത്ത് വന്നുള്ള ചർച്ചകൾ വന്ന് അവസാനം ദീപാദാസ് മുൻഷിയെ, കേരളത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷിയെ തട്ടിക്കളയണമെന്നുള്ള മട്ടിലേക്ക് വരെ കാര്യങ്ങൾ എത്തി. അവരാണ് ഇതെല്ലാം ഈ കുഴപ്പങ്ങളെല്ലാം പുറത്തുവിടുന്നത് എന്നുള്ള മട്ടിൽ. ഇവിടെ അവസാനം ഹൈക്കമാൻഡിന്റെ ഒരു ഫൈനൽ തീരുമാനം, അങ്ങനെയാണല്ലോ അതുകൊണ്ടാണ് അവസാനിക്കുന്നത്. ഹൈക്കമാൻഡിന്റെ ഒരു ഫൈനൽ റിപ്പോർട്ട് വന്നു, സണ്ണി ജോസഫിനെ പ്രസിഡന്റ് ആക്കാം. ശരി, സണ്ണി ജോസഫിനെ പ്രസിഡന്റ് ആക്കുമ്പോൾ കേരളത്തിലെ ക്രിസ്ത്യാനിയെ പ്രസിഡന്റ് ആക്കി എന്നാണോ ആരെങ്കിലും വ്യാഖ്യാനിക്കുന്നത്? സുധാകരനെ മാറ്റുമ്പോഴേ കണ്ണൂരുകാരനായ സുധാകരനെ മാറ്റി വെച്ച് കണ്ണൂരുകാരനായ സണ്ണി ജോസഫിനെയാണോ പ്രസിഡന്റ് ആക്കുന്നത്? എന്നാൽ വേറെ ഒരു ജില്ലക്കാരനെ അങ്ങ് ആക്കിയാൽ പോരെ? ഇതൊക്കെ വെറും ബാലിശമായ കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെ വെള്ളാപ്പള്ളിക്ക് ചിലപ്പോൾ താല്പര്യം ഉണ്ടാകാം. അതുകൊണ്ടാണ് വെള്ളാപ്പള്ളി പൊട്ടിത്തെറിച്ചത്. വെള്ളാപ്പള്ളി പൊട്ടിത്തെറിച്ചതിന്റെ കാരണം ഇതുപോലാണ്. ഭൂരിപക്ഷമായ സമുദായത്തെ, കേരളത്തിൽ ഇത്ര ശതമാനമുള്ള ആളുകളെ നിങ്ങൾ അവഗണിക്കുകയാണ്, ക്രിസ്ത്യൻ സമുദായത്തിനെ പ്രോത്സാഹിപ്പിച്ചിരിക്കുന്നു എന്നൊക്കെ പ്രോത്സാഹിപ്പിച്ചെന്ന് പരസ്യമായിട്ട് പറഞ്ഞില്ല, എങ്കിൽ പോലും അദ്ദേഹം അത് പറഞ്ഞു വെച്ചത്. അതിനകത്തിൽ ഒരു ശരിയുണ്ട് അതിനകത്തില്. പക്ഷേ എന്ന് കരുതിയിട്ട് അങ്ങനെ കേരളത്തിലെ ഈഴവ സമുദായത്തിന്റെ ഒരു മൊത്തം ചുമതല നമ്മൾ പറയുന്ന അതിനൊരു മലയാളത്തിൽ പറഞ്ഞ ഒരു അട്ടിപ്പേറാവകാശമൊന്നും ശ്രീ വെള്ളാപ്പള്ളി നടേശൻ നമുക്ക് കൊടുക്കാൻ സാധിക്കുകയില്ല. അതിനകത്തിൽ ഒരുപാടുണ്ട്. പണ്ടവരൊക്കെ ഇടതുപക്ഷത്തുണ്ടായിരുന്ന ആളുകളായിരുന്നു. അതിൽ കുറച്ചുപേര് ഇപ്പൊ BJPയിലേക്കും ഒക്കെ ചാഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മകൻ ശ്രീ തുഷാർ വെള്ളാപ്പള്ളിയൊക്കെ BJPയുടെ BDJSന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ആളുകളാണ്.
ഇതിലൊക്കെ ഏറ്റവും കൗതുകമായ രസം ഇതൊന്നുമല്ല. ഇത് പറഞ്ഞില്ല, അദ്ദേഹം ജാതി പറയുകയാണെങ്കിൽ നമുക്ക് പറയാം, വളരെ ഇതായിട്ടുള്ള, പിന്നെ നമുക്കത് പരസ്യമായിട്ട് പറയാൻ വയ്യായെങ്കിൽ പോലും ഞാൻ പറയുകയാണ്. ശ്രീ VM സുധീരൻ എന്ന് പറയുന്ന ഈഴവ സമുദായത്തിലെ KPCC പ്രസിഡന്റ് ആയിരുന്ന വളരെ സത്യസന്ധനായ, ഒരു അഴിമതിയോ ആരോപണങ്ങളോ കേൾപ്പിക്കാത്ത വളരെ സത്യസന്ധനായ ശ്രീ VM സുധീരനെ ചേർത്തല അദ്ദേഹം എതിർത്തെടുത്തു. ആലപ്പുഴ മണ്ഡലത്തിൽ നിന്നാണ് സുധീരൻ MP ആയത്. 2-3 തവണ MP ആയിരുന്നു അദ്ദേഹം. ജാതി പറഞ്ഞ് എതിർത്തിട്ടുണ്ട്. ജാതി പറഞ്ഞ് അവിടെ എതിർപ്പുകൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും സുധീരൻ ജയിച്ചവിടെ. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇവരൊക്കെ വെറുതെ ഞാനാണ് ഇതിന്റെ ആള്, ഞാനാണ്, എന്റെ കൂടാണ് ഈ ജാതി എല്ലാം ഇരിക്കുന്നത്, എന്റെ കൂടാണ് ഈ സമുദായം എല്ലാം ഇരിക്കുന്നത്, വോട്ടൊക്കെ എന്റെയിലായിരിക്കുന്നു എന്ന് പറയുന്നത് വെറും ബാലിശമായ കാര്യങ്ങളാണ്. നേരെ ചൊവ്വേ നടത്തിയില്ല എന്നുണ്ടെങ്കിൽ മുമ്പ് നേതൃത്വം സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കോൺഗ്രസിനെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ തൊട്ട് പിറകെ ഓടി വരുന്നുണ്ട് മുസ്ലിം ലീഗ്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം നിങ്ങളുടെ തൊട്ട് പുറകിലുണ്ട്. 2-3 സീറ്റിന്റെ വ്യത്യാസമേ ഉള്ളൂ അവർക്ക്. കഴിഞ്ഞ സർവേ പ്രകാരം കേരളത്തിലെ 28 മുതൽ 30% വരെ ആ ജനസംഖ്യ വന്നു കഴിഞ്ഞു. കഴിഞ്ഞ ഒരു കണക്ക് പുറത്തു വന്നിരിക്കുന്നത്, കേരളത്തിലെ 51 അസംബ്ലി മണ്ഡലങ്ങളിൽ മുസ്ലിം ലീഗ് വിചാരിച്ചാൽ ഒറ്റയ്ക്ക് ആരുടെയും സഹായമില്ലാതെ അവരുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ പറ്റും. 51 എന്ന് പറയുന്നത് കേരള നിയമസഭയിലെ 140 വെച്ച് കണക്കെടുത്താൽ ഏതാണ്ട് 1/3 കൂടുതൽ അംഗങ്ങളെ, MLA-മാരെ സൃഷ്ടിക്കാൻ കഴിയുന്ന പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അപ്പൊ എന്ത് സംഭവിക്കും? നിങ്ങൾ ഇങ്ങനെ തമ്മിലടിച്ചു കഴിഞ്ഞാല് ഒരു പക്ഷെങ്കിൽ, അതുകൊണ്ടാണ് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ പറയുന്നിരിക്കുന്നുണ്ടല്ലോ, അടുത്ത മുഖ്യമന്ത്രി മുസ്ലിം ലീഗിൽ നിന്നായിരിക്കും, കോൺഗ്രസ് നിന്നായിരിക്കത്തില്ല എന്ന്. അതിന്റെ ഏതാണ്ടൊക്കെ ഒരു ചട്ടവട്ടങ്ങളൊക്കെ കോൺഗ്രസ്സുകാർ തന്നെ സ്വയം ഒപ്പിച്ചു കൊടുക്കുന്നുമുണ്ട്. അതിന്റെയൊക്കെ ചില സൂചനകളാണ് ഈ KPCC അധ്യക്ഷ സ്ഥാനത്തും ഈ ജാതി പറച്ചില് എന്ന് എനിക്ക് തോന്നുന്നു. യെസ്, അതാണ് രാജഗോപാൽ സാർ തുടക്കത്തിൽ പറഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നു. കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ശാപം ഇതാണെന്ന്. അക്ഷരം പ്രതി ശരിയാണത്. ഒരു വിധത്തിൽ മതം കൊണ്ടും അല്ലെങ്കിൽ ജാതി കൊണ്ടും അല്ലെങ്കിൽ ഗ്രൂപ്പിസം കൊണ്ടും തമ്മിൽ തല്ല് മാത്രമുള്ള ഒരു പാർട്ടി. അതിൽ ചിലർ തീരുമാനിക്കുന്നത് മറ്റു ചിലരെ, ആര് വേണം തലപ്പത്തെന്ന് ചിലർ തീരുമാനിക്കുന്നത് മറ്റു ചിലരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി. അല്ലാതെ പാർട്ടിയുടെ ഗുണമോ ദോഷമോ അവിടെ ഇവർ വില കൽപ്പിക്കുന്നില്ല എന്നുള്ളതാണ് നിലവിലെ കേരളത്തിലെ കോൺഗ്രസിന്റെ അവസ്ഥ. അതിനൊരു ഉത്തമ ഉദാഹരണമാണ് സണ്ണി ജോസഫ് MLA എങ്ങനെ KPCC അധ്യക്ഷനായി എന്നുള്ളത് വ്യക്തമാണ്. താങ്ക് യു രാജഗോപാൽ സാർ.